ഫ്രണ്ട്സിന്റെ കൂടെ പോയ അതേ സ്പോട്ടിലേക്ക് ഭാര്യയും കുഞ്ഞുമായിട്ട് പോയാലോ? ഞായറാഴ്ചയായിട്ട് ഫുഡൊക്കെ അടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നപ്പോ ഭയങ്കര ബോറടി. എന്നാ പിന്നെ ഒന്ന് കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചു. മനസ്സിൽ ആദ്യം വന്നത് സെന്റ് തോമസ് മൗണ്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ അങ്ങ് വെച്ച് പിടിച്ചു. പാലായിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അടുത്താണ് സെന്റ് തോമസ് മൗണ്ടിലേക്കുള്ള ദൂരം. 2 വീലറിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ എത്താറാകുമ്പോഴത്തേക്കും വഴി കൂടുതൽ നാരമാവും. പിന്നെ പാർക്കിംഗും സൗകര്യം കുറവാണ്. പള്ളി ഒന്നും തുറക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ സൈഡിൽ കൂടെ കയറാനുള്ള ഒരു വഴിയുണ്ട്, അതുവഴിയാണ് കയറിയത്. യാരൊക്കെ നടന്നു തന്നെ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിനെ അങ്ങ് വിട്ടു. നന്നായി പരിചരിക്കുന്ന പള്ളിയും പരിസരവും. ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. ശരിക്കും മനസ്സിലൊക്കെ നമ്മളൊരു നൊസ്റ്റാൾജിക് പള്ളിയൊക്കെ ആലോചിക്കില്ലേ, അതുപോലെ തന്നെ ഒട്ടും ആർഭാടങ്ങളില്ലാത്ത ഓടുമേഞ്ഞ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പള്ളി. 1-2 ഫാമിലീസ് ഒക്കെ ഇവിടെ വന്നിരുന്ന ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും സ്ട്രെസ് ഫ്രീ ആകാൻ പറ്റിയ എല്ലാ അന്തരീക്ഷവും പ്രകൃതി തന്നെ ഇവിടെ നമുക്കായി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ഫീൽ കിട്ടുന്നു. പള്ളിയുടെ ഇടതുവശത്തൂടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരുന്നത്. പക്ഷെ പള്ളിയുടെ വലതുവശത്തേക്ക് പോയ നിരവധി കുരിശടികളുണ്ട് കേട്ടോ. പള്ളിയുടെ മുൻവശമാകെ വലിയ പാറ കൊണ്ടുള്ള മുറ്റമാണ്. അവിടെ ഒരു വലിയ കുരിശുണ്ട്. 1964 പണിത പോലെയാണ് അതിൽ കൊത്തിയിട്ടുള്ളത്. വൈകുന്നേര സമയങ്ങളിലോ ഉച്ച സമയങ്ങളിലോ വന്നു കഴിഞ്ഞാൽ പാറയിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. പക്ഷെ ഒരു സന്ധ്യാനേരത്ത് വന്നു കഴിഞ്ഞാൽ പാറപ്പുറത്തൊക്കെ ഇരുന്ന് സൺസെറ്റിംഗ് കണ്ട് നല്ലൊരു പ്രകൃതി ആസ്വദിച്ചിട്ട് പോകാം. ഒരുപാട് ശിഖരങ്ങളുള്ള ഈ മരം കാണാനുള്ള ഭംഗി കൂടാതെ ഫോട്ടോ എടുക്കാനും അതിന്റെ മണ്ടയിൽ കയറാനും എല്ലാം പറ്റും. മുകളിൽ കയറുന്നത് ഓൺ റിസ്ക് ആണ്, കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ 3 പേരും കൂടെ ആ ഗ്രൗണ്ടിൽ കൂടെ കുറെ നേരം ഓടി, മരത്തിന് ചുറ്റും ഓടിക്കളിച്ചു, മരത്തേലൊക്കെ കയറി അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി കുറെ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. കയറി വരുന്ന പാത നേരെ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു കുളത്തിന് അങ്ങോട്ട് ചെല്ലാം. അതൊരു പ്രൈവറ്റ് കുളമാണെന്ന് തോന്നുന്നു. എന്തായാലും ആ കുളവും കാണിച്ച് അതിലെ മീനെയും കാണിച്ച് യാവിന് വേണ്ടി കരുതിയിരുന്ന ഒരു ഉഴുന്നുവടയും കഴിച്ച് വെള്ളം കുടിപ്പിച്ച് യാവിന് സെറ്റാക്കി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ യാവിന് കുളം കാണണം, മീനെ പിടിക്കണം, നീന്തണം എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ബഹളമായി. എങ്ങനെയാണ് യാവി നീന്തുന്നതെന്ന് ചോദിച്ചപ്പോൾ യാവി ഞങ്ങളെ നീന്തിയും കാണിച്ചു. എന്നാൽ പിന്നെ നമുക്ക് പോയി പോയാലോ എന്ന് ചോദിച്ചപ്പോൾ യായു സെഡ്. എങ്കിൽ പിന്നെ പാലായി പോയി ആറ്റി നീന്താന്ന് യാവിനോട് പറഞ്ഞപ്പോൾ യായു ഓക്കെ, എന്നാൽ ആറ്റി നീന്താന്നും പറഞ്ഞ് പുള്ളി പോകുന്ന പോക്കാം.